ഇന്നെന്റെ കൂടെ ഉള്ളത് ടാറ്റ മോട്ടോഴ്സിന്റെ ടാറ്റ ഹാരിയർ ആണ്. അപ്പോൾ ലോകോത്തര നിലവാരത്തിലാണ് ടാറ്റ ഇപ്പോൾ ഓരോ വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളും വമ്പൻ ഹിറ്റാണ്. നല്ല വിജയക്കുതിപ്പോട് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഹാരിയർ ഏകദേശം 4 വർഷം കഴിഞ്ഞു ഈ മോഡൽ ഇറങ്ങിയിട്ട്. 1,50,000 വാഹനങ്ങളാണ് ഇത്ര നാൾ കൊണ്ട് വിറ്റുപോയത്. അതായത് നല്ല വിജയക്കുതിപ്പോട് കൂടിയാണ് ഈ വാഹനം ഇപ്പോഴും വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. റേഞ്ച് റോവർ പോലുള്ള കമ്പനികളൊക്കെ ടാറ്റ സ്വന്തമാക്കിയതിനു ശേഷം അതിൽ നിന്ന് ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം ലോകോത്തര നിലവാരത്തിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വാഹനം റേഞ്ച് റോവറിന്റെ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ ഒരു ഡിസ്കവറി സ്പോർട്ടുമായിട്ട് സാമ്യം തോന്നുമെങ്കിൽ അതിൽ അതിശയോക്തിയില്ല. ഒരു മാൻലി ലുക്ക് തോന്നിക്കുന്ന തരത്തിലാണ് ഈ വാഹനത്തിന്റെ നിർമ്മാണ രീതി. ഒരു ഐക്കോണിക് ഡിസൈനാണ് ഈ ടാറ്റ ഹാരിയറിന്റെ ഡിസൈൻ. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ എക്കാലത്തെയും ഒരു മികച്ച ഒരു വാഹനമായിട്ട് നമുക്ക് ഈ വാഹനത്തിനെ കരുതാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണ രീതി. അതായത് ഒരു മാൻലി ലുക്ക് തോന്നിക്കുന്ന തരത്തിലാണ് ഈ ഹാരിയറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോ മുൻവശത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ LED വലിയൊരു സ്ട്രിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിപ്പോ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും കാണാൻ സാധിക്കും. അതിൽ DRLും കണക്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വെൽക്കമിംഗ് ആയിട്ടും ഗുഡ് ബൈ പറയുന്ന രീതിയിലാണ് ഇതിന്റെ ഈ ലൈറ്റിംഗ് സെറ്റപ്പ് അങ്ങനെ പോകുന്നത്. പിന്നെ ഇവിടെ വലിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ വലിയൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. നടുക്ക് ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ ചെറിയ ഒരു ഗ്രില്ല് പോലെ ഇവിടെ പോകുന്നുണ്ട്. അതിന്റെ സെൻട്രലായിട്ടും പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുൻവശത്ത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ഡിസ്കവറി സ്പോട്ട് വരുന്ന തരത്തിലാണ് ഇതിന്റെ മുൻവശത്തിന് ടാറ്റ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബോണറ്റിൽ കാണുന്ന ഈ ബൾജി ആയിട്ടുള്ള ലുക്ക്, അതുപോലെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ വലിയൊരു ഗ്രില്ല് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ പാർക്കിംഗ് സെൻസേഴ്സും ഇവിടെ അഡാസ് ഫീച്ചേഴ്സിന്റെ സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അടിയിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ വലിയൊരു സ്ട്രിപ്പ് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ രണ്ടു വശങ്ങളിലും നല്ല രീതിയിലാണ് ഇതിനെ കട്ട് ചെയ്ത് അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ എയറോഡൈനാമികത വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ വശങ്ങളിലെ ഈ കട്ടിങ് ഒക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഐസ് ക്യൂബിന്റെ തരത്തിലാണ് ഈ കോർണറിങ് ഫോഗ് ലാമ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ അതുപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിന്റെ ഡിസൈനില്ലേ, ഇത് BI എന്നൊരു ഡിസൈനാണ്. അതായത് ടാറ്റ മോട്ടോഴ്സ് ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ സെറ്റപ്പ് കൊണ്ടുവന്നത്, ഈ ഹെഡ്ലൈറ്റ് ഈ ഒരു തരത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിഷനാണ് നമുക്ക് ഇതിന് കിട്ടുക. LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. പിന്നെ ഈ കോർണർ ഹെഡ്ലാമ്പിന്റെ കാര്യം എന്താ, ഫോഗ് ലാമ്പിന്റെ കാര്യം നമ്മൾ വശങ്ങളിലേക്ക് തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി മാത്രമല്ല ഈ ഫോഗ് ലാമ്പ് യൂണിറ്റും അങ്ങനെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിംഗ് ഒക്കെ എടുത്തു പോകാനായിട്ട് വളരെ നമ്മൾ സഹായിക്കുന്ന തരത്തിലാണ് അതിന്റെ ഫോഗ് ലാമ്പിന്റെ നിർമ്മാണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഐക്കോണിക് ഡിസൈനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇതിന്റെ ഡിസൈൻ നിർമ്മാണ രീതി എന്ന് പറയുന്നത്. പിന്നെ വൈപ്പറിലേക്ക് വരുമ്പോൾ റെയിൻ സെൻസിങ് വൈപ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിന്റെ മുൻവശം? നല്ല മനോഹരമായിട്ടില്ലേ? നമുക്ക് യാതൊരു തരത്തിലും ഒരു കുറ്റങ്ങളും പറയാത്ത രീതിയിലാണ് ടാറ്റ ഇതിന്റെ മുൻവശത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. മുൻവശം മാത്രമല്ല, ഈ വണ്ടി മൊത്തം അങ്ങനെ തന്നെയാണ്. ഈ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്ലാഡിങ് അങ്ങനെ പോകുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ക്ലാഡിങ് ആണ്. അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ഒന്നുമില്ല, നോർമൽ പ്ലാസ്റ്റിക് തന്നെയാണ്. അത് നല്ല രസകരമായിട്ടുണ്ട്. അധികം കനത്തിലല്ല അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹാരിയർ എന്നുള്ള ഈ എഴുത്ത് നല്ല ഭംഗിയുണ്ട്, വലിച്ചു നീട്ടിയാണ് എഴുതിയിട്ടുണ്ട്. പിന്നെ ടയർ സൈസിലേക്ക് വരുമ്പോൾ 18 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലും ഒരു രസകരമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ എയറോഡൈനാമികത വർദ്ധിപ്പിക്കാനായിട്ട് എയറോ ഇൻസെർട്ട് അലോയ് വീൽസ് എന്നാണ് ഇതിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത്. അതും എയറോഡൈനാമികതയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനെ അലോയ് വീൽസിനെ അങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കൊള്ളാം. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ മിററിലേക്ക് വരുമ്പോൾ ഇവിടെയും പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു സംഭവം കാണാം. ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ ക്യാമറ യൂണിറ്റ് കാണാൻ പറ്റും. ഇവിടെ ഒക്കെ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡ്യുവൽ ടോൺ കളറാണ്. റൂഫും ഈ പില്ലറിലൊക്കെ ബ്ലാക്കും, ബോഡി ഫുള്ള് ഒരു ഏകദേശം ഒരു യെല്ലോ കളർ തോന്നിക്കുന്ന, അല്ലെങ്കിൽ തത്തമ്മ പച്ചയോ അങ്ങനെയൊക്കെ ഒരു കളർ തോന്നിക്കുന്ന തരത്തിലാണ് കളർ അങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ ഈ റൂഫ് റെയിൽ ഫങ്ഷനിങ് അല്ല, പക്ഷേ അത് നന്നായിട്ടുണ്ട്, നല്ല മനോഹരമായിട്ടുണ്ട്. ഈ ടൈപ്പ് SUV-യിലൊക്കെ അത് കാണുമ്പോൾ കുറച്ചും കൂടെ ബോഡിക്ക് ഒരു കരുത്ത് നൽകുന്ന തരത്തിലാണ് അതിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കോട്ടൺ ഗ്ലാസ് പോകുന്നുണ്ട്. 5 സീറ്റർ വാഹനമായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബൂട്ട് സ്പേസ് അത്യാവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കോട്ടൺ ഗ്ലാസ് എക്സ്ട്രാ വരും. അപ്പോൾ ഇവിടെ കോട്ടൺ ഗ്ലാസ് അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ ഡിസൈനിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഒക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിലും എല്ലാം അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ബി പില്ലറിലും പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് അങ്ങനെ കൊടുത്തിരിക്കുന്നു. പിന്നെ കീലെസ് എൻട്രിയുടെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ബോഡി കളറോട് കൂട്ടാണ് ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ റിയറിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്.
ഇവിടെയും ഒരു വീൽ ആർച്ച് പോകുന്നുണ്ട്. ഇവിടെ ഒരു ക്ലാഡിങ്, ബ്ലാക്ക് കളറുള്ള ക്ലാഡിങ് അങ്ങനെ പോകുന്നുണ്ട്. അതും ഒട്ടും ബോഡിയിലേക്ക് കയറി നിൽക്കാത്ത രീതിയിലാണ്, നമ്മളെ മടുപ്പിക്കാത്ത രീതിയിലാണ് അതിന്റെ ഒരു നിർമ്മാണ രീതി. പിന്നെ ഇത് ഇവിടെയൊക്കെ ഒരു ലൈൻ പോകുന്നുണ്ട്, ബോഡിയും ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ലൈൻ നമുക്ക് മുന്നിലെ ബോണറ്റിൽ നിന്ന് ആരംഭിച്ചിട്ട് ഈ അറ്റത്ത് അവസാനിച്ച് അപ്പുറത്തോടെ പിന്നെയും കറങ്ങിയിട്ടാണ് ഈ ലൈൻ ഇങ്ങനെ പോകുന്നത്. അതൊക്കെ നമുക്ക് നല്ല ഒരു ഭംഗി തോന്നുന്ന തരത്തിലാണ് ഇതിന്റെ ലൈൻ ഈ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും മികച്ച ഒരു ഡിസൈൻ, ഒരു രീതി തന്നെയാണ് ഈ ഹാരിയറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് മനസ്സിലാക്കാം, ടാറ്റ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും മികച്ച വാഹനം നിർമ്മിക്കാൻ അറിയാം എന്ന് ലോകത്തിന് മുന്നിൽ ടാറ്റ കാണിച്ചു കൊടുത്ത ഒരു വാഹനമാണ് ഈ ടാറ്റ ഹാരിയർ. ഹാരിയറിന്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വലിയൊരു സ്പോയിലർ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന തരത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു വാഷർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പോയിലറൊക്കെ നമ്മൾ ഡ്യുവൽ ടോൺ കളറിൽ പെടുന്ന ആ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് കളറാണ് റൂഫ് മൊത്തം പോകുന്നത്. പിന്നെ ടോപ്പിലായിട്ട് ഷാർപ്പിൻ ആന്റിന GPS കണക്റ്റഡ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഡിഫോഗേഴ്സ് വിത്ത് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒക്കെ നമുക്ക് നല്ല രസകരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുറച്ച് ആനിമൽസിന്റെ ഫോട്ടോസ് ഉണ്ട്, അത് നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ടാറ്റയുടെ വാഹനങ്ങളെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ ആനിമൽസിനെ കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. പിന്നെ ഇവിടെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിൽ ഒരു ഗ്ലാസിന്റെ ടൈപ്പിലാണ് ഇതിനെ ഈ ടൈൽ ഗേറ്റ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഒക്കെ നല്ല രസകരമായിട്ടുണ്ട്. ഈ വശങ്ങളിലേക്ക് കയറി നിൽക്കുന്ന ഈ ഡിസൈനും ഗ്രാഫിക്സും ഒക്കെ അതിമനോഹരമായിട്ടുണ്ട്, ഒരു രക്ഷയില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ ഇവിടെ നമുക്ക് ടാറ്റയുടെ ലോഗോ, റിവേഴ്സ് ക്യാമറ യൂണിറ്റ്, ഹാരിയർ എന്ന് വലിച്ചു നീട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിപ്പോ ഒരു സ്റ്റൈലാണ് എല്ലാ വാഹനത്തിനും. പിന്നെ വലിയൊരു സ്കിഡ് പ്ലേറ്റ് ബ്ലാക്ക് ഫിനിഷിംഗിൽ പോകുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ്, പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയലോടുള്ള ബമ്പർ. പിന്നെ ഇത് ഫോഗ് ലാമ്പ് യൂണിറ്റ് ആണ്, അല്ലാതെ റിഫ്ലക്ടർ മാത്രമല്ല. പിന്നെ ഇവിടെ എയറോഡൈനാമികത വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എയർ സ്കൂപ്പുകളും ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഫ്രണ്ട് എത്രത്തോളം മനോഹരമാണോ അതിനേക്കാൾ മനോഹരമാണ് ഹാരിയറിന്റെ റിയറിലേക്ക് വരുമ്പോൾ. അപ്പോ നമുക്ക് ഇതിനകത്ത് ഡെക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് റിമോട്ടിൽ ഓപ്പൺ ചെയ്യാം. ഉള്ളിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെയും ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാല് ഒന്ന് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും. സാധാരണ ഞാൻ മിക്ക വണ്ടികളിലും കാല് അങ്ങനെ കാണിക്കുമ്പോൾ തുറക്കാൻ പറ്റാറില്ല, എന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. ഒന്ന് നോക്കാം. ഓപ്പൺ ഓപ്പൺ ആവുന്നില്ല. നമുക്കപ്പോ സ്വിച്ച് ഉപയോഗിക്കാം. എന്റെ ചെരുപ്പിന്റെ കുഴപ്പമായിരിക്കും. അപ്പൊ നമുക്ക് സ്വിച്ചിൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് അതിനായി യോഗമുള്ളൂ തോന്നുന്നു. കണ്ടില്ലേ, അടിപൊളിയായിട്ടാണ് അതങ്ങനെ പൊന്തി പോണത്. ഈ ഇതിന്റെ ഷോക്ക് അബ്സർ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. നമ്മളിപ്പോ ലേറ്റസ്റ്റ് ചെയ്ത കർവിലൊക്കെ ഇതേ ഷോക്ക് അബ്സർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ പാർസൽ ട്രേ മാറ്റിയിട്ട് സീറ്റ് 60 പോയിട്ട് മറച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ഇരിക്കുന്നില്ലെങ്കിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഇല്ലെങ്കിലും നല്ല കണ്ടില്ലേ, വിശാലമായ സ്പേസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റെപ്പിൻ ടയർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പൊക്കി നോക്കുമ്പോൾ ഒന്ന് ചമ്മിപ്പോവും. സ്റ്റെപ്പിൻ ടയറിന്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ JBLന്റെ ഒരു സബ് വൂഫർ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 10 സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഹാർമഗാർഡിന്റെ സിസ്റ്റം വിത്ത് JBLന്റെ സ്പീക്കർ. 10 സ്പീക്കറിൽ ഒരു സബ് വൂഫർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ കൊടുത്ത് കണ്ടില്ലേ, അതിലെന്തിലൊക്കെ തൂക്കിയിടാം. വലതുവശത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ 50 ലിറ്ററിന്റെ ഡീസൽ ഫ്യൂൽ ടാങ്കിന്റെ ക്യാപ്പുകൾ കാണാൻ സാധിക്കും. പിന്നെ 50 ലക്ഷം വാഹനം ടാറ്റ വിറ്റഴിച്ചതിന്റെ ഈ സ്റ്റിക്കറിങ് ഇപ്പൊ മിക്ക വാഹനങ്ങളുണ്ട്, അവർ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഹാരിയർ എന്നുള്ള ഒരു ലെറ്റേഴ്സ് കാണാം. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞത് മിറർ ഓട്ടോ ഫോൾഡ് മിററാണ്. അതൊന്ന് നമുക്ക് കാണിച്ചു തരാം. ഓട്ടോ ഫോൾഡ് മിററാണ്. ഇതൊക്കെ നോർമൽ ഇപ്പൊ എല്ലാ വാഹനമുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ എക്സ്റ്റീരിയർ കാര്യങ്ങൾ. നമുക്ക് ഈ വാഹനത്തിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 4605 മില്ലിമീറ്റർ ആണ്. വിത്ത് 1718 മില്ലിമീറ്ററും ഹൈറ്റ് 1922 മില്ലിമീറ്ററും ആണ്. ഞാനിതിന്റെ എഞ്ചിൻ റൂം തുറക്കാൻ വേണ്ടി ഉള്ളിൽ ലിവർ വലിച്ചപ്പോൾ ഇവിടെ LED സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അത് നല്ലൊരു ഫംഗ്ഷൻ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. നമുക്കപ്പോൾ ഇത് പൊക്കാം. ഓ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 170 PS പവറിന്റെ 350 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന 1956 CCയുടെ 4 സിലിണ്ടർ ക്രയോടെക് 170 എന്ന എഞ്ചിനാണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്ക് ഇതിനകത്ത് 6 സ്പീഡ് മാനുവലും ഉണ്ട്, 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വാഹനം 6 സ്പീഡ് ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിൽ എന്തൊക്കെയാണെന്ന് ശരിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ടാറ്റയുടെ വാഹനങ്ങളൊക്കെ ഇതുപോലെ ലോകോത്തര നിലവാരത്തിൽ എത്തി എന്ന് നമുക്ക് കാണുമ്പോൾ, കാരണം അത്രമാത്രം ഒരു മികച്ച ഒരു നിർമ്മാണ രീതിയാണ് ഈ ടാറ്റ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഹാരിയറിന്റെ കാര്യത്തിലായാലും. അപ്പൊ ഞാൻ ഉള്ളിലേക്ക് കയറി ഇരുന്നു. എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ. പ്രത്യേകിച്ച്
ഈ ബോഡി കളറോട് കൂട്ടുള്ള ആ കളറുകൾ ഉള്ളിലും കൊണ്ടുവരാൻ ടാറ്റ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഡാഷ്ബോർഡിനകത്തുള്ള ഈ ലെതറിന്റെ സ്റ്റിച്ചിങ്ങിലൊക്കെ മഞ്ഞ സ്റ്റിച്ചിങ് നൂല് അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ മഞ്ഞ സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു കുറ്റങ്ങളും പറയാൻ പറ്റാത്ത രീതിയിലാണ് ടാറ്റ ഇതിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു എന്താ പറയാ കോക്പിറ്റിലൊക്കെ ഇരിക്കുന്ന രീതിയിലാണ് ഇതിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗിയർ ലിവറിന്റെ കാര്യത്തിലായാലും ഇതിപ്പോ ഗിയർ ലിവർ എന്നല്ല പറയുന്നത്, ഈ ഷിഫ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം ഇവിടെ ലിവർ എന്നൊരു സംഭവം ഇല്ല, ഒരു ഷിഫ്റ്റിംഗ് അത്ര തന്നെ. അതിൽ നമുക്ക് പാർക്കിങ്ങിന് സെപ്പറേറ്റ് ആയിട്ടൊരു സ്വിച്ച് ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്, പാർക്കിംഗ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട്. പിന്നെ മൊത്തം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങും ഒരു മഞ്ഞ ഒരു തീമാണ് മൊത്തം ടാറ്റ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ സീറ്റിനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ മെമ്മറി സൂക്ഷിക്കാം. നമുക്കിപ്പോൾ ഒരു കുടുംബത്തിൽ 3 ആൾ ഈ വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കായിട്ട് 1 2 3 എന്നുള്ള രീതിയിൽ മെമ്മറി സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെമ്മറി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വെന്റിലേഷൻ വരുന്നുണ്ട്, 3 വെന്റിലേഷന്റെ സ്റ്റെപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട്, അത് നന്നായിട്ടുണ്ട്. മൊത്തം നമുക്ക് 6 വേ അഡ്ജസ്റ്റബിൾ ആണ് ഈ സീറ്റ് വരുന്നത്. പിന്നെ എടുത്തുകൊണ്ട കാര്യം ഇതിന്റെ ഈ സ്റ്റിയറിംഗ് വീലിന്റെ ഈ സെറ്റപ്പ്, ഇല്ലുമിനേറ്റഡ് ടാറ്റയുടെ ലോഗോ ചേർന്നിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ സെറ്റപ്പ് ആണ് അതിന്റെ ഹോൺ വരുന്നത്. ഈ ഒരു സ്റ്റിയറിംഗ് വീലിന്റെ കാര്യം ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, ടാറ്റയുടെ ഒരു സംഭാവനയാണ് വാഹന ലോകത്തേക്ക്. കാരണം ടാറ്റയാണ് ഇങ്ങനെ ഒരു സ്റ്റിയറിംഗ് വീൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അത് നമ്മൾ ഇതിൽ ഈ പവർ ബട്ടന്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിൽ തെളിഞ്ഞു വരുന്ന ഈ ടാറ്റയുടെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മുടെ ഉയരത്തിനനുസരിച്ചൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് സ്റ്റിയറിംഗിനെ അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പെഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വാഹനം ഓൺ ചെയ്താലോ. നമുക്ക് ഇവിടെ പവർ ബട്ടന്റെ സ്വിച്ച് വരുന്നുണ്ട്. അപ്പോ അല്ലേ ടാറ്റയുടെ ലോഗോ തെളിഞ്ഞു, ടാറ്റ മോട്ടോഴ്സ് അവിടെ തെളിഞ്ഞു. നല്ല അടിപൊളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ്. ഫ്യുവൽ ലെവലോ എന്നുള്ള വോയിസ് അസിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 26.3 സെന്റിമീറ്ററിന്റെ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് അഡാസ് പോലുള്ള സംഭവങ്ങൾ, നാവിഗേഷൻ, അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ഇതിനകത്ത് കാണുന്നതായിരിക്കും. ടയർ പ്രഷർ മോണിറ്ററിംഗ് പോലുള്ള സംവിധാനങ്ങൾ എല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം, എല്ലാം കൊള്ളാം. പിന്നെ നമുക്ക് ഇതിന്റെ ടച്ച് സ്ക്രീൻ 31.24 സെന്റിമീറ്ററിന്റെ ഹാർമൻ ഗാർഡിന്റെ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. നമുക്ക് സ്പീക്കർ 10 സ്പീക്കറാണ് വരുന്നത്, JBLന്റെ സ്പീക്കറാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അലക്സ, ആമസോൺ അലക്സ, എയർ പ്യൂരിഫൈ, ക്ലൈമറ്റ്, അതുപോലെ മൂഡ് ലൈറ്റ്, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്. റേഡിയോ സെറ്റിംഗ്സ്, ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സംഭവം. അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സിന്റെ 17 അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വരും. പിന്നെ നമുക്ക് വോയിസ് അസിസ്റ്റ്, ഓപ്പൺ സൺറൂഫ്, ഓ അടിപൊളി. അപ്പൊ നമുക്ക് സൺറൂഫ് ഒക്കെ ഓപ്പൺ ആയി. അപ്പൊ നമുക്ക് അടയ്ക്കാം. കൊള്ളാം, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എമർജൻസി കോളിങ്ങിന്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അവിടെ കണ്ടില്ലേ വലിയൊരു സൺറൂഫ് സെറ്റപ്പ്, പാനോരമിക് സൺറൂഫ്. അതിന്റെ ഷീൽഡ് അടയ്ക്കാം, കൊള്ളാം അല്ലേ. അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ JBLന്റെ സ്പീക്കറിലെ ഒരു സ്പീക്കർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ മഞ്ഞ ഈ സംഭവങ്ങളൊക്കെ പാമ്പിന്റെ തോല് പോലെ, കൊള്ളാല്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. പിന്നെ ഇവിടെ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ സെറ്റപ്പ് കാര്യങ്ങള്, ഇവിടുത്തെ 360 ഡിഗ്രി ക്യാമറയുടെ വ്യൂ, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് 2D കറന്നിട്ട് നമുക്ക് ഇത്രയും റെസൊല്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ 3D എത്രയായിരിക്കും കണ്ടില്ലേ. നമ്മുടെ വണ്ടിയുടെ കളർ അല്ല കേട്ടത് ഇത്, ഈ ഒരു വാഹനത്തിന്റെ കുഴപ്പം മാത്രമല്ല, എല്ലാ വാഹനങ്ങളിലും ഇങ്ങനെ തന്നെയായിരിക്കും. കളറ് വേറെ ആണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് തിരിച്ച് മറച്ചൊക്കെ എടുത്തിട്ട് പോവാം. നമ്മള് ഈ സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചും കൂടെ വലിപ്പം തോന്നിക്കണ്ടല്ലേ വണ്ടിക്ക്, ഞാൻ തോന്നുന്നു. കൊള്ളാല്ലേ. നമ്മുടെ ഈ പ്ലേസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, വണ്ടിയുടെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഫാസ്റ്റ് റെസ്പോണ്ടിങ് ആണ്. നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ ഇതിൽ മൂഡ് ലൈറ്റ് വരുന്നുണ്ട്, നമുക്ക് ഇവിടെയൊക്കെ ലൈറ്റിങ് വരും, ഡോറിലൊക്കെ ലൈറ്റിങ്. പക്ഷെ നമുക്ക് ഇതിപ്പോ പകലായതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല, അങ്ങനെ കട്ടെ. പിന്നെ ഈ കാണുന്ന ഈ നൂല് സംഭവങ്ങളൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മോഡുകൾ ചേഞ്ച് ചെയ്യാം. നല്ല മനോഹരമായ സൗണ്ടുള്ള ചേച്ചിയിലെ ഈ സ്ക്രീനിലും വരും. നമ്മുടെ ഈ ക്ലസ്റ്ററിലും നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്. നമുക്ക് സ്വിച്ചും
ഇതിനകത്ത് 45 വാട്ടിന്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ ഫാസ്റ്റ് ചാർജിങ്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്കിന്റെ സ്വിച്ച് വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പിയാൻ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെ മഞ്ഞ ബോഡി കളറോട് കൂടിയിട്ടുള്ള ലെതർ കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെയൊക്കെ ബ്ലാക്കിന്റെ മെറ്റൽ പോകുന്നുണ്ട്. ഇത് നമുക്ക് ഗ്ലോ ബോക്സ്, ഇതിനകത്ത് 12 വോൾട്ടിന്റെ ചാർജിങ്, ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തണുപ്പിക്കാവുന്ന സംവിധാനം ഇവിടെ കൊടുത്തിരിക്കുന്നു. കൊള്ളാം, ഇതൊക്കെ നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ നല്ലൊരു കോക്പിറ്റ് സമാനമായിട്ടാണ് ഇതിനൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. AC വെന്റുകൾ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അവിടെ വേറെ ടൈപ്പാണ്. പിന്നെ ഗ്ലോ ബോക്സ് ഇതാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് കൂളിംഗ് വരുന്നുണ്ട്, ഒരു ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയും പിയാൻ ബ്ലാക്ക് ഫിനിഷിങ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് 2 അഡ്ജസ്റ്റ്മെന്റിന് സ്വിച്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഡോർ പാഡിനകത്ത് നമുക്ക് ഇവിടെ ഒരു പിയാൻ ബ്ലാക്ക് ഫിനിഷിങ് വരുന്നു. ഇവിടെ ഒരു ഹാൻഡില്, ഇവിടെ ഒരു സിൽവറിന്റെ ഫിനിഷിങ്ങും. ഈ കാണുന്ന ഈ പാനലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അത് തന്നെ നമുക്ക് പവർ വിൻഡോന്റെ സ്വിച്ചുകളൊക്കെ നമുക്ക് ഇവിടെ വരുന്നു. പിന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നു. ഇവിടെ അംബ്രല്ല ഹോൾഡർ, ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. റിഫ്ലക്ടർ അല്ല, ലൈറ്റ് ആണ്. ഇവിടെ നമുക്ക് 6 ഇഞ്ചിന്റെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 85 ഡിഗ്രിയിൽ തുറന്നു വെക്കാവുന്ന ഒരു ഡോർ സംവിധാനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഇത് അടയ്ക്കാം. കൊള്ളാം, നല്ല മനോഹരമായിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. അതുപോലെ ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും, ഈ സ്റ്റിയറിംഗ് വീൽ സെറ്റപ്പും, ഈ ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ സെറ്റപ്പ് കാര്യങ്ങളും, ഇതൊക്കെ നല്ല രസകരമായിട്ടുണ്ട് ഇത് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. അതുപോലെ തന്നെ നമുക്ക് 7 എയർ ബാഗ് വരുന്നുണ്ട്. അതായത് ഇവിടെ പില്ലറിലൊക്കെ നമുക്ക് ആ പില്ലറിലൊക്കെ എയർ ബാഗ് വരുന്നുണ്ട്. നമ്മൾ റിയർ സീറ്റിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ സീറ്റ് പരമാവധി ബാക്കിലേക്ക് നീക്കിയിട്ടും ഇത്രയും സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ 2 സ്പേസ് വരുന്നു. പിന്നെ ഇവിടെ നമുക്ക് AC വെന്റിനകത്ത് വരുന്നില്ല, പകരം ഈ 2 പില്ലറിലാണ് AC വെന്റ് വരുന്നത്. ഇവിടെ 2 ചാർജിങ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നു. 2 ഫോൺ വെക്കാവുന്ന ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റീഡിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു, ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ പനോരമിക് സൺറൂഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിനകത്ത് 2 പേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഹെഡ് റെസ്റ്റിൽ ഒരു കാര്യമുണ്ട്. പുതിയ കാണുന്ന എയർബസിലൊക്കെ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ തല അങ്ങോട്ട് പോവാത്ത രീതിയിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. പിന്നെ ലെതററ്റ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയും ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്താൽ നന്നായിരുന്നു എനിക്ക് തോന്നി. പക്ഷെ ടാറ്റ ഉദ്ദേശിക്കുന്നത് 2 പേർക്ക് സഞ്ചരിക്കാനാണ് ടാറ്റ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ഒരു ചെറിയ കുട്ടി ഒക്കെ മതി എന്നായിരിക്കും ടാറ്റ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടും കൊള്ളാം, നല്ല സ്പേസ് ആണ് ഈ റിയറിന്റെ സീറ്റിലേക്ക് വരുമ്പോൾ. അങ്ങനെ നമ്മൾ ഹാരിയർ ഡ്രൈവർ എടുത്തിക്കണം. ഇതിന്റെ ഏറ്റവും ഒരു ഗുണകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പലതരത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉയരത്തിനനുസരിച്ച് നമുക്ക് വണ്ടി സീറ്റ് ക്രമീകരിക്കാം. അതുകൊണ്ട് തന്നെ നല്ലൊരു ഉയർന്ന ഒരു കമാൻഡിങ് പൊസിഷൻ നമുക്ക് സീറ്റിനകത്ത് കിട്ടും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പലതരത്തിൽ നമുക്ക് ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ സൺറൂഫിന്റെ ഏതായാലും നമുക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെയും നല്ലൊരു ഗ്ലാസ് ഏരിയ നമുക്ക് കിട്ടും. നല്ല വിസിബിലിറ്റിയാണ് ഈ ഒരു സീറ്റിംഗ് പൊസിഷന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ടാറ്റയുടെ എൻ്റെ സ്വന്തം ഒരു അഭിപ്രായമാണെങ്കിൽ ടാറ്റയുടെ ഇതുവരെ ഇറക്കിയ വാഹനങ്ങൾ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനമാണ് ഈ ടാറ്റ ഹാരിയറാണ്. കാരണം ഡിസ്കവറി സ്പോർട്ടിനെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ മേക്കിംഗ് രീതിയും അതുപോലെ തന്നെ നമുക്ക് ഓടിക്കാനുള്ള ആ ഒരു കംഫർട്ടും എല്ലാം. അത് എന്തുകൊണ്ടും അത് അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം ഇത് റേഞ്ച് റോവറിന്റെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ വണ്ടി അതിന്റെ പേര് തന്നെ എന്തായാലും ആ ഒരു ചായ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടാറ്റ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത്രയും നല്ല വാഹനം അല്ലെങ്കിൽ ഇതിലും മികച്ചൊരു വാഹനം നിർമ്മിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് ടാറ്റ പറയാതെ പറഞ്ഞു പോവാണ് ഈ ഒരു വാഹനം കൊണ്ട്. നമ്മളിപ്പോൾ നെക്സോൺ പോലുള്ള വാഹനങ്ങളെ ഡിസൈൻ രീതി കണ്ടപ്പോൾ നമ്മളൊന്ന് എല്ലാവരും ഞെട്ടിയതാണ് ആ ഒരു ഡിസൈൻ രീതിയൊക്കെ. അതൊക്കെ പക്ഷെ അതിന്റെ പിൻഭാഗത്തൊക്കെ വരുമ്പോൾ ഒരു ചെരിഞ്ഞിറങ്ങുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഇതിന്റെ ഒരു മാൻലി ലുക്ക് തോന്നിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഡിസൈൻ ടാറ്റ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ടാറ്റയുടെ വാഹനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് സേഫ്റ്റിയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടെങ്കിലും ഇത് നമുക്ക് ഈ വാഹനം 5 സ്റ്റാർ റേറ്റിംഗ് ഗ്ലോബൽ എൻകാബിൽ കിട്ടിയ വാഹനമാണ്. പിന്നെ എല്ലാവിധ സേഫ്റ്റിക്കുള്ള കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള സംവിധാനങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. 17 അഡാസ് ഫീച്ചേഴ്സിന്റെ ഫീച്ചേഴ്സുകൾ ഇതിനകത്ത് ടാറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ ആധുനിക കാലഘട്ടത്തിൽ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇതിൽ അഡാസിന്റെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ സസ്പെൻഷന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ഇൻഡിപെൻഡന്റ് ലോവർ വിഷ് ബോൺ മെക്പേഴ്സൺ സ്ട്രക്ക് വിത്ത് കോയിൽ സ്പ്രിങ്ങും, അതിന് റിയറിലേക്ക് വരുമ്പോൾ ആന്റി റോൾ ബാർ സെമി ഇൻഡിപെൻഡന്റ് ഡിസ്ക് ബ്ലേഡ് വിത്ത് പാൻഹാർഡ് റോഡ് ആൻഡ് കോയിൽ സ്പ്രിംഗ് എന്നൊരു വലിയൊരു സംഭവ വികാസമാണ് ഇതിൽ സസ്പെൻഷന്റെ കാര്യത്തിൽ ടാറ്റ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഒരുവിധം ബോഡി റോളൊക്കെ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. എന്നാലും ഇത്രയും വലിയ വാഹനമായതിൻ്റെ പേരിൽ തന്നെ വളവുകളൊക്കെ വളയ്ക്കുമ്പോൾ ചെറിയൊരു ബോഡി റോള് ഇല്ല എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും മൊത്തം ഒരു മേക്കിംഗ് നിർമ്മാണ രീതിയായാലും. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് ബേസ് മോഡൽ പ്രൈസ് നമുക്കൊരു 14,99,900 സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ഷോറൂം പ്രൈസ്. ടോപ്പ് എൻഡ് നമുക്ക് ചെന്ന് നിൽക്കുന്നത് 25,00,000 സംതിങ്ങിലാണ് ടോപ്പ് എൻഡ് നിൽക്കുന്നത്. എഞ്ചിന്റെ സൗണ്ട് ഒന്നും ഒട്ടും ഉള്ളിലേക്ക് കേൾക്കുന്നില്ല. പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്കോ സ്പോർട്ട് അതുപോലെ തന്നെ പല ഡ്രൈവ് മോഡുകളും ടാറ്റയുടെ വാഹനങ്ങളിലാണ് നമ്മൾ അത് ഇടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കണ്ടത്. Wet mode is activated. നല്ല ഒരു മനോഹരമായ ഒരു ചേച്ചിയുടെ ശബ്ദം വന്നു. നമുക്ക് Rough road mode is activated. പക്ഷെ ഇതൊക്കെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോഴും പെട്ടെന്നാണ് അതിന്റെ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നത്. City drive mode activated. നമുക്ക് ആവശ്യമുള്ള മോഡ് ഇപ്പോൾ വരും കേട്ടോ. Wet mode is activated. Rough road mode is activated. ഒരു ഹൈവേ ആണ്, നല്ല റഫ് റോഡ് മോഡിലുണ്ട്, ഓടിച്ചു നോക്കാം. അതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ടല്ലേ സൗണ്ടിന്റെ കാര്യത്തിലൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ടാറ്റയുടെ വാഹനങ്ങളാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം, ഒരു ഇനീഷ്യൽ പുള്ളിങ് നമുക്ക് അനുഭവിച്ചിരുന്ന ടാറ്റയുടെ വാഹനങ്ങളാണ്. അപ്പോൾ എങ്ങനെയുണ്ട് പുതിയ ഹാരിയറിന്റെ വിശേഷങ്ങൾ? അപ്പോൾ ഏകദേശം ഈ ഒരു വണ്ടി പോലെ തന്നെയാണ് പുതിയ സഫാരിയുടെയും ഒരു നിർമ്മാണ രീതി. അതിനകത്ത് 2 സീറ്റ് എക്സ്ട്രാ വരും. 6 സീറ്ററും 7 സീറ്ററൊക്കെ ഉണ്ട്. പിന്നെ എഞ്ചിന്റെ കാര്യത്തിൽ അതിന് യാതൊരു വ്യത്യാസമില്ല. സഫാരിയുടെ വീട് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. അപ്പോൾ പതിവ് പോലെ നമ്മൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും റിവ്യൂ ചെയ്യാറ് തൃശ്ശൂർ പുഴയ്ക്കലുള്ള ഐസർ മോട്ടോഴ്സ് ആണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ തരാറ്. ഇതും അവരുടെ വാഹനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനും ടെസ്റ്റ് ഡ്രൈവിനും സർവീസിനും എല്ലാത്തിനും അവർ നിങ്ങൾ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹാരിയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കാണാം മറ്റൊരു വണ്ടിയുടെ വിശേഷമായിട്ട്. നമസ്കാരം.